36ഓളം മനുഷ്യജീവനുകൾ തീവണ്ടിക്ക് മുന്നിൽ ചിതറിത്തെറിച്ച ചേപ്പാട് അപകടം. ഒരു വിവാഹ വീട്ടിലെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തി ദുരന്തം നടന്നിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. എന്നിട്ടും നാട്ടുകാരുടെ മനസ്സിനേൽപ്പിച്ച മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. 1996 മെയ് 14 സോമന്റെയും അമ്പിളിയുടെയും വിവാഹമായിരുന്നു അന്ന്. വിവാഹം കഴിഞ്ഞ് നെടിയവിളയിൽ നിന്ന് മടങ്ങി വന്ന ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത് 41 പേരാണ്. ആ ബസ്സിലേക്കാണ് പുഷ്പ ട്രെയിൻ ഇടിച്ചു കയറിയത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 36 പേർ തൽക്ഷണം മരിച്ചു. 5 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കായംകുളത്തു നിന്ന് ആലപ്പുഴയിലേക്കുള്ള ട്രെയിനിൽ കാവൽക്കാരില്ലാത്ത ലെവൽ ക്രോസിലാണ് ബസ്സിനെ ഇടിച്ചു തെറിപ്പിച്ചത്. മരത്തിന്റെ മറവ് മൂലം ബസ് ഡ്രൈവർ ട്രെയിൻ കാണാതിരുന്നതാണ് അപകട കാരണമെന്നും ട്രാക്കിലേക്ക് കയറിയ ബസ് നിന്നുപോയതാണ് കാരണമെന്നും പറയുന്നു. ബസ് ഡ്രൈവർ തൽക്ഷണം മരിച്ചതിനാൽ ഇതിൽ സ്ഥിരീകരണമില്ലാതായി. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി നശിച്ച ബസ് 50 മീറ്റർ അകലെയുള്ള താഴ്ചയിലേക്ക് തെറിച്ചു വീണു. ഛിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ രക്ഷാപ്രവർത്തകർ മരത്തിന് മുകളിൽ നിന്ന് വരെ പിന്നീട് കണ്ടെത്തിയത് നോവുണർത്തും കാഴ്ചയായിരുന്നു. എന്തായാലും തീരദേശത്തെ തിരക്കേറിയ റെയിൽപാതകളിൽ കൂടുതൽ കാവൽക്കാരെ നിയമിക്കാൻ ചേപ്പാട് ദുരന്തം റെയിൽവേ അധികൃതരുടെ കണ്ണു തുറപ്പിച്ചു.